നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട്. ശബരിമല മകരവിളക്ക് ഇന്ന്. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് വൈകിട്ടോടെ ശരംകുത്തിയിലെത്തും. തുടർന്ന് 6:30 അയ്യപ്പന് തിരുവാഭരണം ചാർത്തി മഹാദീപാരാധന നടത്തും. മഹാദീപാരാധനയ്ക്ക് ശേഷം കിഴക്ക് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമാകും. ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. മകരവിളക്കിന് 2 ലക്ഷത്തോളം ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും സുരക്ഷാ ഒരുക്കം പൂർത്തിയായെന്നും PS പ്രശാന്ത് കൂട്ടിച്ചേർത്തു. മകരവിളക്ക് ദർശനം സാധ്യമാകുന്ന എല്ലായിടത്തും പർണശാലകൾ നിറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി ദർശനത്തിനെത്തിയ തീർത്ഥാടകർ മലയിറങ്ങാതെ കാത്തിരിപ്പിലാണ്. ശബരിമലയിലും നിലയ്ക്കലും പമ്പയിലും സമീപ പ്രദേശങ്ങളുമായി 5000 പോലീസുകാരാണ് സുരക്ഷ ഒരുക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ മാത്രമാണ് തീർത്ഥാടകരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുക. നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ. ഇന്നലെ രാവിലെ 9:30 സ്പീക്കർ AN ഷംസീറിനെ കണ്ട് അൻവർ രാജിക്കത്ത് കൈമാറുകയായിരുന്നു. MLA ബോർഡ് നീക്കം ചെയ്ത കാറിലാണ് അൻവർ സ്പീക്കറെ കാണാനെത്തിയത്. കാലാവധി തീരാൻ 1 വർഷം ബാക്കി നിൽക്കെയാണ് അൻവറിൻ്റെ നിർണായക നീക്കം. രാജി സ്ഥിരീകരിച്ചതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കും നിലമ്പൂരിലെ വോട്ടർമാർക്കും അൻവർ നന്ദി അറിയിച്ചു. UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച് രാജിവെച്ച നിലമ്പൂർ MLA PV അൻവർ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ഉപതെരഞ്ഞെടുപ്പ് പിണറായിക്കെതിരായ അവസാനത്തെ ആണിയാകണമെന്നും മലയോര മേഖലയായ നിലമ്പൂരിനെ അറിയുന്ന ആളെ UDF സ്ഥാനാർത്ഥിയാക്കണമെന്നും പ്രദേശത്ത് ഏറ്റവും പ്രശ്നം നേരിടുന്നത് ക്രൈസ്തവ വിഭാഗമാണെന്നും മലപ്പുറം DCC പ്രസിഡന്റ് PS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. CPMലെ ഉന്നത നേതാക്കൾ പറഞ്ഞിട്ടാണ് അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ പരസ്യമായി പ്രതികരിച്ചതെന്ന് രാജിവെച്ച നിലമ്പൂർ MLA പറഞ്ഞു. PV അൻവർ പിന്നീട് ആ നേതാക്കൾ ഫോൺ എടുത്തില്ലെന്നും അവർ ആരാണെന്ന് പറയുന്നില്ലെന്നും അൻവർ വിശദീകരിച്ചു. സുജിത് ദാസ് SP ആയിരുന്ന കാലത്ത് മലപ്പുറം ജില്ലയിൽ ഏകപക്ഷീയമായി ഒരു സമുദായത്തെ ക്രിമിനലുകളായി ചിത്രീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചെന്ന് അൻവർ ആരോപിച്ചു. ഈ വിഷയങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടും ഒരു നടപടിയുമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പരസ്യമായി പ്രതികരിച്ചതെന്നും അൻവർ വ്യക്തമാക്കി. VD സതീശനെതിരെ ഉന്നയിച്ച 150 കോടി രൂപയുടെ കോഴ ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഡ്രാഫ്റ്റ് ചെയ്തതാണെന്ന് രാജിവെച്ച നിലമ്പൂർ MLA PV അൻവർ. പാർട്ടി തന്നെ ഏൽപ്പിച്ച ജോലി മാത്രമാണ് സ്പീക്കറുടെ അറിവോടെ താൻ ചെയ്തതെന്നും അതിൻ്റെ പാപഭാരം താനിപ്പോഴും ചുമക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് നടന്ന സംഭവത്തിൽ VD സതീശനുണ്ടായ മാനഹാനി